എവരിവൺ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അനിറ്റ മിസ് ആണ്. അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് പഠിക്കാം. അപ്പോൾ മക്കളെ, ഇന്ന് മിസ് വന്നിരിക്കുന്നത് പ്രധാനമായും അല്ലെങ്കിൽ നിർബന്ധമായും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് USS ക്വസ്റ്റ്യൻസുമായിട്ടാണ്. പലപ്പോഴായിട്ട് നമുക്ക് ആവർത്തിച്ച് വരുന്നൊരു ക്വസ്റ്റ്യൻസ് ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. എനിവേ, നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, മിസ്സിൻ്റെ കൂടെ ഓരോ ചോദ്യങ്ങളും ചെയ്യുക. അതുപോലെ തന്നെ ഉത്തരങ്ങൾക്ക് നിങ്ങൾക്ക് സ്വയം കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ അത് ജസ്റ്റ് ഒന്ന് ക്രോസ് ചെക്ക് കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റ് കണ്ടുപിടിക്കുക. ഫൈൻഡ് ദ മിസ്റ്റേക്ക് ഇൻ ദി ഫോളോയിങ്. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അതിനകത്ത് തെറ്റായിട്ടുള്ളത് മാത്രം ഒന്ന് ഉത്തരം എഴുതിയാൽ മതി. ഒന്നാമത്തേത്, എല്ലാ വസ്തുക്കൾക്കും നിഴലുണ്ടാവും. ഓൾ ഒബ്ജക്റ്റ് ഹാവ് ഷാഡോസ്. രണ്ടാമത്തേത്, ഗോളാകൃതിയിലുള്ള വസ്തുക്കൾക്ക് മാത്രമേ വൃത്താകൃതിയിലുള്ള നിഴലുണ്ടാവുള്ളൂ. ഓൺലി സ്പെറിക്കൽ ഒബ്ജക്റ്റ് ഹാസ് എ സർക്കുലർ ഷാഡോസ്. മൂന്നാമത്തേത്, എല്ലാ അധാരി വസ്തുക്കളും നിഴലുണ്ടാക്കുന്നുണ്ട്. ഓൾ ഒപ്പാക്ക് ഒബ്ജക്റ്റ് കാസ്റ്റ് ഷാഡോസ്. ആൻഡ് നാലാമത്തേത്, നിഴലുണ്ടാവാൻ കാരണം പ്രകാശ സ്രോതസ്സാണ്. ഷാഡോസ് ആർ കോസ്ഡ് ബൈ ദ ലൈറ്റ് സോഴ്സ്. ഇതിൽ ഏതാണ് തെറ്റായിട്ടുള്ളത്? ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ ആണ് തെറ്റായിട്ടുള്ളത്. ഓൾ ഒബ്ജക്റ്റ് ഹാവ് ഷാഡോസ്. കാരണം ഷാഡോസ് ക്രിയേറ്റ് ചെയ്യുന്നത് ആരാണ്? ഒപ്പാക്ക് ഒബ്ജക്റ്റുകളാണ്. അതുപോലെ തന്നെ നിങ്ങൾ ആലോചിക്കുക, ഷാഡോസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ മെയിനായിട്ട് 3 കാര്യങ്ങൾ വേണം. 1 ലൈറ്റ് സോഴ്സ് വേണം, 2 ഒപ്പാക്ക് ഒബ്ജക്റ്റ് വേണം, 3 സ്ക്രീന് വേണം. അതുപോലെ ഷാഡോസ് ഫോം ചെയ്യുന്നത് എപ്പോഴും നമ്മുടെ ലൈറ്റ് സോഴ്സിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. അതുപോലെ തന്നെ സ്പെറിക്കൽ ഒബ്ജക്റ്റുകൾക്കാണ് ഈ പറയുന്ന റൗണ്ട് ഷേപ്പിലുള്ള ഷാഡോസ് ക്രിയേറ്റ് ചെയ്യാനുള്ള കഴിവുള്ളത്. പിന്നെ നിങ്ങൾ ആലോചിക്കുക, നമ്മുടെ സെലസ്റ്റിയൽ ബോഡീസ് ഒക്കെ എന്താണ്? ഒപ്പാക്ക് ഒബ്ജക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ അവയ്ക്കൊക്കെ ഷാഡോസ് ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ ഒരു സെലസ്റ്റിയൽ ബോഡി അല്ലെങ്കിൽ ഒരു ആകാശഗോളത്തിൻ്റെ ഷാഡോൻ്റെ ഉള്ളിൽ മറ്റൊരു ആകാശഗോളം വരുമ്പോഴാണ് അവിടെ എക്ലിപ്സ് ഉണ്ടാവുന്നത്. അങ്ങനെയാണ് സോളാർ എക്ലിപ്സും ലൂണാർ എക്ലിപ്സും ഉണ്ടാവുന്നത്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ ചോദ്യത്തിൻ്റെ കൂടെ അറിഞ്ഞു വെക്കുന്നത് വളരെ നല്ലതാണ്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ചന്ദ്രന്റെ പ്രകാശിത ഭാഗത്തിന്റെ പകുതിയും നിഴൽ ഭാഗത്തിന്റെ പകുതിയും ഭൂമിക്ക് അഭിമുഖമായിട്ട് വരുന്നു. ഈ സമയത്ത് ചന്ദ്രനെ നമുക്ക് എങ്ങനെ കാണാനായിട്ട് സാധിക്കും? ഇഫ് ഹാഫ് ഓഫ് ദി ഇലുമിനേറ്റഡ് സൈഡ് ഓഫ് ദി മൂൺ ആൻഡ് ഹാഫ് ഓഫ് ദി ഷാഡോ സൈഡ് ഓഫ് ദി മൂൺ ഫേസ് ടു ദി എർത്ത്, ഹൗ ക്യാൻ വി സീ ദ മൂൺ അറ്റ് ദിസ് ടൈം? ഓക്കെ, എങ്ങനെയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്? നിങ്ങൾക്ക് ഇവിടെ ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഓപ്ഷനിൽ ഏതൊക്കെയാണ്? അർദ്ധചന്ദ്രൻ, അതായത് ഹാഫ് മൂൺ ഉണ്ട്, ഫുൾ മൂൺ ഉണ്ട്, ചന്ദ്രനെ കാണാനേ പറ്റുന്നില്ല, അതുപോലെ മങ്ങിയ രീതിയിലാണ്. എങ്ങനെയാണ് നമുക്ക് ചന്ദ്രനെ കാണാൻ പറ്റുന്നത്? ഹാഫ് മൂൺ ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. കാരണം നമുക്കറിയാം, പ്രകാശിത ഭാഗം എന്ന് പറയുന്നതും നിഴൽ ഭാഗം എന്ന് പറയുന്നതും നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. സൂര്യപ്രകാശം വന്ന് പതിക്കുന്നതാണ് നമ്മുടെ പ്രകാശിത ഭാഗം. ഇനി നിഴൽ ഭാഗം എന്ന് പറയുന്നത് എന്താണ്? സൂര്യപ്രകാശം വന്ന് പതിക്കാത്ത ഭാഗമാണ് അല്ലേ? ഈ സൂര്യപ്രകാശം വന്ന് പതിക്കാത്ത ഭാഗം നമുക്ക് കാണാനായിട്ട് പറ്റത്തില്ല, കാരണം അത് ലൈറ്റഡ് റീജിയൻ അല്ല. അപ്പോൾ ലൈറ്റഡ് റീജിയൻ കുറച്ച് മാത്രമേ നമുക്ക് കാണുന്നുള്ളൂ, അല്ലെങ്കിൽ നേർ പകുതിയായിട്ടാണ് ലൈറ്റഡ് റീജിയൻ കാണുന്നതെങ്കിൽ നമുക്ക് ആ മൂണിനെ കാണാൻ പറ്റുന്നത് എങ്ങനെയാണ്? നേർ പകുതിയായിട്ടാണ്. അങ്ങനെ നേർ പകുതിയായിട്ടാണ് ഒരു ദിവസം മൂണിനെ കാണുന്നതെങ്കിൽ ആ മൂണിനെ നമ്മൾ വിളിക്കുന്നതായിരുന്നു അർദ്ധചന്ദ്രൻ അല്ലെങ്കിൽ ഹാഫ് മൂൺ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കുറച്ചും കൂടി വ്യക്തമാവാനായിട്ട് ഈ ഒരു ചിത്രം നോക്കിയാൽ മതി. ഈ ഒരു ഒറ്റ ചിത്രത്തിൽ നിന്ന് നിങ്ങൾക്ക് ഫുൾ മൂണ്, ന്യൂ മൂണ്, ഹാഫ് മൂണ്, ഇത് 3ഉം മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇതിലേതാണ് ഫുൾ മൂണ്? ഫുൾ മൂൺ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് മൂണിനെ മുഴുവനായിട്ട് കാണാൻ പറ്റുന്ന ദിവസം, വെളുത്തവാവ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. തന്നിരിക്കുന്ന ചിത്രത്തിൽ നോക്കിയാൽ അറിയാം, ഈ F എന്ന് പറയുന്ന പൊസിഷനാണ് നമ്മുടെ ഫുൾ മൂൺ എന്ന് പറയുന്നത്. നമുക്കത് എഴുതി നോക്കാം. ഇതാണ് ഫുൾ മൂൺ. ഓക്കെ, കറക്റ്റ് ആണല്ലോ. ഇനി അതുപോലെ തന്നെ നിങ്ങൾ D എന്ന് പറയുന്ന ഈ ഒരു മൂണിനെ ഒന്ന് ശ്രദ്ധിച്ച്. ഇവിടെ എന്താണ്? കംപ്ലീറ്റ്ലി ഡാർക്കാണ് അല്ലേ? അതായത് മൂണിനെ നമുക്ക് ഒട്ടും കാണാനായിട്ട് പറ്റില്ല. അതാണ് നമ്മുടെ ന്യൂ മൂൺ അല്ലെങ്കിൽ കറുത്ത വാവ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ E എന്ന് പറയുന്ന ഈ ഒരു പൊസിഷൻ നോക്കിയാൽ നമുക്കിവിടെ മൂണിനെ നേർ പകുതിയായിട്ടാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഇതാണ് നമ്മുടെ ഹാഫ് മൂൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചിത്രം, ഇതുപോലെ ഒരു ചിത്രം തന്നിട്ട് ഏതാണ് ഫുൾ മൂൺ, ഏതാണ് ന്യൂ മൂൺ, ഏതാണ് ഹാഫ് മൂൺ എന്ന് ആലോചിക്കുക. ഇവിടെ ഫുൾ മൂൺ എന്ന് പറയുന്നത് വെളുത്തവാവാണ് അല്ലെങ്കിൽ പൗർണമിയാണ്. ഹാഫ് മൂൺ എന്ന് പറയുന്നത് അർദ്ധചന്ദ്രനാണ്. ന്യൂ മൂൺ എന്ന് പറയുന്നത് കറുത്ത വാവ് അല്ലെങ്കിൽ അമാവാസിയാണ്. ഇത് ഓർത്തിരിക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് ചിത്രം തന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനാണെങ്കിൽ ആ ചിത്രം നോക്കിയിട്ട് അതിനെ കളർ നോക്കിയിട്ട് ചെയ്താൽ മതി. കാരണം കറുത്ത വാവ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ഡാർക്ക് കളറായിട്ടായിരിക്കും നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇൻ കേസ് നിങ്ങൾക്ക് കളറൊന്നും തന്നിട്ടില്ല, അതായത് അതിൻ്റെ ലൈറ്റഡ് റീജിയൻ ഒന്നും നിങ്ങൾക്ക് അടയാളപ്പെടുത്തി തന്നിട്ടില്ല, ജസ്റ്റ് 3 മൂണിനെ മാത്രം തന്നിട്ടുള്ളെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. നമ്മുടെ സണ്ണിൻ്റെ ഏറ്റവും അടുത്തിരിക്കുന്നത് ഏതായിരിക്കും? ന്യൂ മൂൺ ആയിരിക്കും. അങ്ങനെ ആലോചിച്ചാൽ മതി. ഇതൊക്കെ ഹിൻ്റാണ് കേട്ടോ. സണ്ണിൻ്റെ ഏറ്റവും അടുത്തിരിക്കുന്ന മൂണിൻ്റെ ആ പൊസിഷൻ എന്ന് പറയുന്നത് എപ്പോഴും ന്യൂ മൂൺ ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, പൂർണ്ണ ചന്ദ്രഗ്രഹണം ഉണ്ടാവുന്നത്, ടോട്ടൽ ലൂണാർ എക്ലിപ്സ് ഉണ്ടാവുന്നത് എപ്പോഴാണ്? ഈ ലൂണാർ എക്ലിപ്സ് ഉണ്ടാവുന്നത് ഏത് സമയത്താണ്? ഫുൾ മൂൺ ഡേയിലാണ്. അത് നിങ്ങൾ നോട്ട് ചെയ്യുക. ഏതാ മക്കളെ? ഓൺ ദി ഫുൾ മൂൺ ഡേ അല്ലെങ്കിൽ പൗർണമി നാളിലാണ്. കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം ഓൺ ദി ഫുൾ മൂൺ ഡേ അല്ലെങ്കിൽ പൗർണമി നാൾ.
ഓക്കെ, ഇനി അതുപോലെ തന്നെ സോളാർ എക്ലിപ്സ് ഉണ്ടാവുന്നത് ന്യൂ മൂൺ ഡേയിലാണ് എന്നും കൂടി ഈ ഒരു സമയം നിങ്ങൾ നോട്ട് ചെയ്യുക. സോളാർ എക്ലിപ്സ് എന്ന് പറയുന്നത് സൂര്യഗ്രഹണമാണ്, അതുണ്ടാവുന്നത് നമ്മുടെ കർത്തവാവ് ദിവസമാണ് അല്ലെങ്കിൽ അമാവാസിയിലാണ്. ആ ഒരു കണക്ഷനും കൂടി ഇവിടെ ഓർത്തിരിക്കാം. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഏതാണ് മക്കളെ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ ഏത് ക്രമത്തിൽ വരുമ്പോഴാണ് സൂര്യഗ്രഹണം അനുഭവപ്പെടാൻ കാരണം? ഓക്കെ, താഴെ ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇൻ വിച്ച് ഓഫ് ദി ഫോളോവിങ് ഓർഡർ സോളാർ എക്ലിപ്സ് ഇസ് എക്സ്പീരിയൻസ്ഡ്? ഭൂമി, ചന്ദ്രൻ, സൂര്യൻ, എർത്ത്, മൂണ്, സണ്ണ്. ചന്ദ്രൻ, ഭൂമി, സൂര്യൻ, മൂണ്, എർത്ത്, സണ്ണ്. ഭൂമി, സൂര്യൻ, ചന്ദ്രൻ, എർത്ത്, സണ്ണ്, മൂണ്. ചന്ദ്രൻ, സൂര്യൻ, ഭൂമി, മൂണ്, സണ്ണ്, എർത്ത്. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം? ഈ സോളാർ എക്ലിപ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കോഡ് എന്താണ്? EMS ആണ് അല്ലേ? EMS എന്ന് പറഞ്ഞാൽ ഇ എന്ന് പറയുന്നത് എർത്താണ്, എം എന്ന് പറയുന്നത് മൂണാണ്, എസ് എന്ന് പറയുന്നത് സണ്ണാണ്, സെൻട്രൽ വരുന്നത് മൂണാണ്. അപ്പോൾ താഴെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതായിരിക്കും കറക്റ്റ് ആയിട്ടുള്ളത്? ഏതാണ്? യെസ്, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. ഓക്കെ അല്ലേ? അപ്പം ഈ കാര്യങ്ങൾ, അതായത് ഈ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത എല്ലാ ചാപ്റ്റേഴ്സും വന്നത് ആകാശ വിസ്മയങ്ങൾ അല്ലെങ്കിൽ വണ്ടേഴ്സ് ഓഫ് സ്കൈ എന്ന് പറയുന്ന ഒരു യൂണിറ്റിലാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു യൂണിറ്റാണ്. അത് മാത്രമല്ല ഇത്തവണ നമ്മുടെ സിലബസ് ചേഞ്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കൺഫ്യൂഷനും വരാൻ ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ചെയ്ത് പഠിക്കുക. ഈ വെളുത്ത വാവ്, കറുത്ത വാവ്, ന്യൂ മൂണ്, ഫുൾ മൂണ്, അതുപോലെ സോളാർ എക്ലിപ്സ്, ലൂണാർ എക്ലിപ്സ്, ഷാഡോ ഫോർമേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ നിർബന്ധമായും നിങ്ങൾ അറിഞ്ഞു വെക്കുക. ഇനി അതേപോലെ തന്നെ വാക്സിൻ ആൻഡ് വാണിംഗ്, വൃദ്ധിക്ഷയങ്ങളും നിങ്ങൾ അറിഞ്ഞു വെക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ കമൻറ്റുകളൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാൻ വേണ്ടി പറ്റും. അടിപൊളിയായിട്ട് പഠിക്കുക, നല്ല രീതിയിൽ പഠിക്കുക. ഇത്തവണ നമ്മൾ USS നേടിയിരിക്കും. ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ ബൈ.